പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൈകളൊന്ന് ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. കൈകളൊന്ന് വീശിക്കൊണ്ട് ഹല്ലേലൂയ. കൈയൊന്ന് അടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവസ്തുതിപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വലിയ ആനന്ദത്തോടെ, വലിയ സന്തോഷത്തോടെ പരിശുദ്ധ ത്രിത്വത്തെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം, സ്തുതിക്കാം. ഷാലോമിൻ്റെ പ്രയർ ഡിപ്പാർട്ട്മെൻറ്റ് ശുശ്രൂഷ ചെയ്യുന്ന മേരിക്കുട്ടി ജോൺ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയാണ്. ആ സഹോദരിയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് പരിശ്രമിക്കാം. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഹല്ലേലൂയ, കരങ്ങൾ വീശി ഹല്ലേലൂയ. സങ്കീർത്തനം 96:8 ഇങ്ങനെ പറയുന്നു: കർത്താവിന്റെ നാമത്തിന് ചേർന്ന വിധം അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ, കാഴ്ചകളുമായി അവിടുത്തെ സന്നിധിയിൽ പ്രവേശിക്കുവിൻ, വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നുകൊണ്ട് അനേകർ ഈശോയെ മഹത്വപ്പെടുത്തുവാണ്. നമുക്കും വലിയ ഈ ഭാഗ്യം നൽകിയതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. സങ്കീർത്തനം 96:8 പറയുന്നത് പോലെ അനേകം കാഴ്ചകളുമായിട്ടായിരിക്കാം നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്നത്. അതൊരു പക്ഷേ നമ്മുടെ രോഗങ്ങളോ, നമ്മുടെ പാവങ്ങളോ, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ, കടബാധ്യതകളോ, മക്കളെ ഓർത്തുള്ള വേദനകളോ, ഒരു ഭവനമില്ലാത്തതിൻ്റെ വിഷമമോ, ഒരു ജീവിതാന്തസ്സിൽ പ്രവേശിക്കാൻ സാധിക്കാത്തതിൻ്റെ സങ്കടമോ എന്ത് തന്നെയായാലും അതെല്ലാം നമ്മുടെ ഈശോ സ്വീകരിച്ചുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് അവിടുന്ന് തിരുമനസ്സായിരിക്കുകയാണ്. നമുക്ക് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് നമ്മുടെ കാഴ്ചകൾ സ്വീകരിച്ച് നമ്മളെ ഇന്ന് രാത്രിയിൽ നമ്മളെ അനുഗ്രഹിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മൾ ഒന്നേ ചെയ്യേണ്ടതുള്ളൂ, അവിടുത്തെ നാമത്തിന് ചേർന്ന വിധം നമുക്ക് അവിടുത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കണം. നമുക്കറിയാം അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അതിനാൽ പരിശുദ്ധമായ ചിന്തകളോടെ, നിർമ്മലമായൊരു ഹൃദയത്തോടെ നമുക്ക് ഈശോയെ ആരാധിക്കാനായിട്ട് ഒരുങ്ങാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമ്മുടെ പാവങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് അനുദപിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായം 10-20 ഇങ്ങനെ പറയുന്നു: കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 51-ാം അധ്യായം 29-20 ഇങ്ങനെ പറയുന്നു: അവിടുത്തെ പ്രകീർത്തിക്കുമ്പോൾ നിങ്ങൾ ലജ്ജിതരാകരുത്. അവിടുത്തെ മനം തുറന്ന് മഹത്വപ്പെടുത്തണം. അവിടുത്തെ പ്രകീർത്തിക്കുമ്പോൾ നിങ്ങൾ ലജ്ജിതരാകരുത്. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. നമ്മുടെ ഹൃദയത്തെ, മനസ്സിനെയും നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. നമ്മുടെ വേദനകളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ രോഗങ്ങളും നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. അവിടെ നമ്മളോട് പറഞ്ഞിട്ടില്ലേ, നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-20 നമ്മളോട് ഇങ്ങനെ പറയുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതു കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. അവൻ നമ്മളെ സഹായിക്കുവാനും ശക്തിപ്പെടുത്തുവാനും അവിടെ തയ്യാറായിട്ടിരിക്കുന്നു. അവൻ, പ്രിയപ്പെട്ടവരെ, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് അവിടുന്ന് സമീപസ്ഥനാണ്. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും അരികിൽ വന്ന് ഈശോ നമ്മളെ അനുഗ്രഹിക്കും. നമുക്കതിനായിട്ട് ഈശോയെ സ്തുതിക്കാനായിട്ട് ആഗ്രഹിക്കാം. നമുക്ക് ഈശോയുടെ തിരുസന്നിധിയിൽ നിശാന്തമായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് ഈശോയെ ആരാധിക്കാം. നമ്മുടെ സർവ്വശക്തിയും സർവ്വ കഴിവും ഉപയോഗിച്ച് ഈശോയെ മഹത്വപ്പെടുത്തണം. മനം തുറന്ന് നമുക്ക് ഈശോയെ മഹത്വപ്പെടുത്താൻ സാധിക്കണം. നമ്മുടെ എല്ലാ സങ്കടങ്ങൾക്കും ഉത്തരം അവനാണ്. എല്ലാത്തിനും ഉപരിയാണ് അവൻ. നമ്മൾ അടുത്ത് നിൽക്കുന്നവരാരാണ്, എന്താണ് എന്ന് നമ്മൾ ഓർക്കണ്ട. നമുക്ക് ഈശോയെ മഹത്വപ്പെടുത്തണം. ഒരു നാണക്കേടും നമ്മൾ വിചാരിക്കരുത്. അവനെ പ്രകീർത്തിക്കുമ്പോൾ നീ ലജ്ജിതരാകരുത്. കർത്താവിന്റെ വചനമാണത്. പ്രിയപ്പെട്ടവരെ, അതിനാൽ നമ്മുടെ കാര്യങ്ങൾ അല്പം ഈശോയുടെ തിരുസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. നമ്മുടെ ഹൃദയം നമ്മളെ അറിയുന്ന ഈശോ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഈശോയെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മൾ മാത്രമല്ല, സ്വർഗം മുഴുവനും നമ്മളോടൊപ്പമുണ്ട്. പരിശുദ്ധ അമ്മയുണ്ട്, മാലാഖ
സ്വർഗം സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ്. സ്വർഗീയ നന്മകൾ കൊണ്ട് നമ്മൾ ഓരോരുത്തരും നിറയപ്പെടുന്ന നിമിഷങ്ങളാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, പൂർണ്ണമായി നമ്മുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് സർവ്വശക്തിയോടെ ഈശോ കേൾക്കണം നമ്മുടെ നിലവിളി. ഈശോയുടെ കാതുകളിൽ നമ്മുടെ കണ്ണുനീരെത്തണം. ഈശോ പ്രാർത്ഥന കേട്ട് നമ്മളെ അനുഗ്രഹിക്കും. സർവ്വശക്തിയോടെ നമുക്ക് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. യേശുവേ, പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശ്വസിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയെ ആരാധിക്കുമ്പോൾ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ രോഗങ്ങൾ ഈശോ സുഖപ്പെടുത്തും. ആ വലിയ ബോധ്യത്തോടെ, ശക്തിയോടെ, അഭിഷേകത്തോടെ പാട്ടുപാടി നമുക്ക് ഈശോയെ ആരാധിക്കാം. കരങ്ങൾ അടിച്ച് ആടി പാടി അടുത്ത് നിൽക്കുന്നവരെ ഒന്ന് നോക്കി ശക്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ശുശ്രൂഷി പാട്ടുപാടി ഈശോയെ ആരാധിക്കാം. ശക്തിയോടെ നമുക്ക് അടിക്കാം, സന്തോഷത്തോടെ. ഈശോ നമ്മളെ ഓരോരുത്തരെയും നോക്കുന്നുണ്ട്. പരസ്പരം അടുത്ത് നിൽക്കുന്നവരെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. സ്തുതിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. പാട് നീ ദൈവനാമത്തിൽ, നിന്റെ കുടുംബത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. താരമടിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ കുടുംബത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ക്ഷമിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ശത്രുകാരങ്ങൾ നിന്നെ പ്രഹരിക്കില്ല. ക്ഷമിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ശത്രുകാരങ്ങൾ നിന്നെ പ്രഹരിക്കില്ല. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. സഹിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജോലിയിൽ നീ ഇന്ന് അത്ഭുതം കാണും. സഹിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ
ദൈവസന്നിധി നീ നിലവിളിക്ക്, നിന്റെ കരുണയോടെ ദൈവം മാറിപ്പുണരും. ദൈവസന്നിധി നീ നിലവിളിക്ക്, നിന്റെ കരുണയോടെ ദൈവം മാറിപ്പുണരും. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. സ്തുതിച്ചു പാട് നീ വിശ്വാസത്തോടെ, നിന്റെ രോഗപീഠകൾ ദൈവം സൗഖ്യപ്പെടുത്തും. സ്തുതിച്ചു പാട് നീ വിശ്വാസത്തോടെ, നിന്റെ രോഗപീഠകൾ ദൈവം സൗഖ്യപ്പെടുത്തും. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ദൈവസന്നിധി നീ നിലവിളിക്ക്, നിന്റെ കരുണയോടെ ദൈവം വാരിപ്പുണരും. കരങ്ങൾ ഹൃദയത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. ദൈവസന്നിധി നീ നിലവിളിക്ക്,